കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 18 വർഷമായി മുൻപിൽ നിൽക്കുന്നത് ആരെന്ന് പോലും നോക്കുവാൻ കഴിയാതെ, ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, കർത്താവ് അവളെ സൗഖ്യമാക്കിയപ്പോൾ, അവളെ ബാധിച്ച ബന്ധനത്തിൽ നിന്നും അവൾ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ ദൈവപൈതലേ, ഏതൊക്കെ മേഖലയിലാണോ നിന്റെ തല കുനിയപ്പെട്ടത്, ഏത് ദേശത്താണോ, ഏത് വ്യക്തികളുടെ മുമ്പിലാണോ നിന്റെ തല കുനിയപ്പെട്ടത്, അവിടെയൊക്കെയും നിന്റെ തലയെ ഉയർത്തി നിന്നെ മാനിപ്പാൻ കർത്താവിന്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. നിന്റെ തലയെ കുനിച്ച അന്ധകാര മണ്ഡലത്തിന്റെ തലയെ തകർത്തുകൊണ്ട് നിന്റെ തലയെ ഉയർത്തി ഈ ദിവസങ്ങളിൽ മാനിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യത്താൽ കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ കേൾക്കപ്പെട്ട വചനങ്ങളാൽ കർത്താവ് തമ്പുരാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.